ബുധനാഴ്ച രാത്രിയാണ് ഇരുചക്രവാഹനത്തിൽ ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന പൂക്കാട്ടുപടി സ്വദേശികളായ നൌഷാദിനും ഭാര്യ സുനിതയ്ക്കും റോഡിലെ കുഴിയിൽ വീണ് പരിക്ക് സംഭവിച്ചത്. ആലുവ ചൂണ്ടി ഭാഗത്ത് നെസ്റ്റ് വില്ലയുടെ മുൻവശത്താണ് അപകടം നടന്നത്. വീഴ്ചയിൽ ഇരുവരും റോഡിന്റെ നടുഭാഗത്തേക്ക് മറിഞ്ഞു വീണെങ്കിലും മറ്റു വാഹനങ്ങൾ ആ സമയത്ത് ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ നൌഷാദിന് കാലിനും നെഞ്ചിനും മുഖത്തുമാണ് പരിക്ക്. സുനിതയുടെ കൈപ്പത്തിയിൽ പൊട്ടലുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് ഈ കുഴി വെള്ളം കാരണം കാണാൻ പറ്റിയില്ല. വന്ന് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. റൈറ്റ് സൈഡിലേക്കാണ് വീണത്. മുഖം അടിച്ച് നെഞ്ചടിച്ചൊക്കെ വീണത്. മുഖം നെഞ്ചും കൈയും കാലും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. വൈഫിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ ഗവൺമെന്റ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മനുഷ്യർ? ഇത് കുഴിയൊക്കെ മൂടണ്ടല്ലേ ഗവൺമെന്റ്? നമ്മൾ എങ്ങനെ ഇത് സഹിക്കണത്? ഞാൻ ഡ്രൈവറാണ്. ജോലിക്ക് പോകാൻ പറ്റില്ല. ഒരു മാസത്തേക്ക് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. നെഞ്ചിന് നല്ല ഇടിയാണ് കിട്ടിയേക്കണേ. പിന്നെ കാലും പിന്നെ കൈയും മുഖവും. അതെ, എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എതിരൊരു വണ്ടി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ റോഡിന്റെ നടുക്കിലാണ് വീണത്. ഒത്തിരി പേരിവിടെ കൂടിയായിരുന്നു. പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. പല്ലിന് 2 പല്ലിന് ഇളക്കമുണ്ട്. പിന്നെ നെഞ്ചിടിച്ചാണ് വീണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം 2 വീലറിന് എത്ര ആളുകൾ ഇതിൽ പോകുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അനാസ്ഥയാണ്. BMW ഒരു വല്ലാത്തൊരു അനാസ്ഥയാണ്. ഇപ്പം ഇന്നലെ ഇതിനു മുമ്പും ഒരുപാട് പേര് ഈ കുഴിയിൽ വീണിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി മറ്റാർക്കും അപകടമുണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കുഴിയിൽ ചേമ്പ് ചെടി നട്ടും മുദ്രാവാക്യം വിളിച്ചും നാട്ടുകാരും പ്രതിഷേധിച്ചു. നിരവധി തവണ അധികാരികളെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇനി ഒരപകടം സംഭവിക്കുന്നതിന് മുൻപ് റോഡ് ശരിയാക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സീ മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.